അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ദുൽഹിജ്ജ 1-ാം രാവിലാണ് നമ്മളെല്ലാവരും അൽഹംദുലില്ലാ ഇപ്പോഴുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ദുൽഹിജ്ജ 1-ാം രാവ് നമ്മിലേക്ക് കയറി വരുന്ന സമയത്ത് ഓതേണ്ടതായിട്ടുള്ള സൂറത്തുകളെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അല്ലേ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും ഖുർആനൊക്കെ പാരായണം ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ദുൽഹിജ്ജ 1-ാം രാവിൽ തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ദിക്റുകളാണ്. അതായത് നമ്മുടെ മനസ്സിലുള്ള മുറാദ് നടന്ന് കിട്ടാൻ ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്, ആ ആഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടി തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് വേറൊന്നും സംസാരിക്കാതെ ഓരോ ദിവസവും തഹജ്ജുദിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന ദിക്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അതിൻ്റെ ശേഷമായിട്ട് മുടങ്ങാണ്ട് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഖുർആനിലെ സൂറത്തുകളുണ്ടാവും, ആയത്തുൽ കുർസി ഓതുന്നവരുണ്ടാവും, മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതുന്നവരുണ്ടാവും, അതുപോലെ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഓതുന്നവരുണ്ടാവും. അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ആ നിസ്കാരം കഴിഞ്ഞിട്ട്, അതായത് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പാഴയിലിരുന്ന് ചെയ്യുന്നതെല്ലാം ഓതിക്കഴിഞ്ഞ് ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു 4 ദിക്റ് പറയുന്നുണ്ട്. ഒരു 4 ദിക്റും ഒരു സ്വലാത്തുമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിയ്യത്താക്കി നേർച്ചയാക്കിയിട്ട് ചെയ്യണം. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ മനസ്സിൽ നിയ്യത്താക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നത്തെ തഹജ്ജുദിൻ്റെ ശേഷമായിട്ട് നിസ്കരിക്കുമ്പോൾ ഈ പറഞ്ഞ ദിക്റ് ഞാൻ ചൊല്ലും. എൻ്റെ മനസ്സിലും ഒരുപാട് ഇടങ്ങേറുകളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസുഖം കൊണ്ട് പ്രയാസമുണ്ട്, അല്ലെങ്കിൽ കടം കൊണ്ട് ഒരുപാട് ടെൻഷനിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിന് പ്രയാസമുണ്ട് മനസ്സിൽ, ഭർത്താവിൻ്റെ സ്വഭാവം കാരണം വല്ലാണ്ട് ഇടങ്ങേറായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ പലവിധ ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഓരോ ദിവസവും എന്നോട് പറയുന്ന ഉമ്മമാരുണ്ട് വാട്സപ്പിലൂടെ. അപ്പം അവരോടാണ് ഞാൻ പറയുന്നത്, തഹജ്ജുദ് അങ്ങോട്ട് നമസ്കരിച്ചതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓതി ചൊല്ലിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഫസ്റ്റിലായിട്ട് ചൊല്ലേണ്ട ദിക്റാണ്. ഒരുപാട് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്റ് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് എത്രയാണ് ആ ഒരു സമയത്ത് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ ചൊല്ലുക. 100 ആണെങ്കിൽ 100 എണ്ണം ചൊല്ലിക്കോളി, 101 ആണെങ്കിൽ 101 എണ്ണം, അല്ല 200 എണ്ണമാണ് 200 എണ്ണം, 313 എണ്ണം, 1000 എണ്ണം, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നിങ്ങൾ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന് ചൊല്ലുക. അതിൻ്റെ ശേഷമായിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലാം. അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. ഇത് എല്ലാ ദിക്റും ചൊല്ലിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഒന്നാമതായിട്ട് ഫസ്റ്റിലായിട്ട് പറഞ്ഞ ദിക്ർ, ഇതൊക്കെ ചൊല്ലുന്നതിൻ്റെ മുന്നേ, ഈ 4 ദിക്റും ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് കാര്യമാണ് മനസ്സിലുള്ളത് ആ കാര്യം അള്ളാഹിനോട് പറയുക. റബ്ബേ, ഞാൻ ദിക്ർ ചൊല്ലുന്നുണ്ട് റബ്ബേ, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ദിക്ർ ഞാൻ നിയ്യത്താക്കി ചൊല്ലുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് റഹ്മാനെ, അല്ലെങ്കിൽ കടം കൊണ്ട് മനസ്സ് വല്ലാതെ വേദനയാണ്, അല്ലെങ്കിൽ ഓരോരോ കാര്യത്തിന് മനസ്സ് ടെൻഷനാണ് റബ്ബേ, എല്ലാം നീ റാഹത്തിലാക്കി തരണേ. ഈ തഹജ്ജുദിൻ്റെ
ഈ ഒരു സമയം ഈ ദിക്റിനെ സ്വീകരിക്കണേ അല്ലാ എന്ന് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി അള്ളാനെ മനസ്സിലോർത്ത് വേറെ ഒരു ചിന്തയും മനസ്സിൽ വെക്കാണ്ട് ചൊല്ലുന്ന സമയത്ത് ഇടയിൽ സംസാരിക്കുകയും ചെയ്യാതെ, ആ ഒരു സമയത്ത് മക്കളും ഒന്നും നമ്മളെ അടുത്തുണ്ടാവില്ല സംസാരിക്കാൻ അല്ലേ, എല്ലാവരും നല്ല ഉറക്കിലുള്ള ഒരു ശാന്തമായിട്ടുള്ളൊരു ടൈമായിരിക്കും. തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താൽ തന്നെ ഒരുപാട് അതിന് ഉത്തരം കിട്ടും. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹ് കേൾക്കും. ഒരുപാട് അനുഭവമുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ ഞാൻ പറയുന്നത്. ആ ഒരു ദുആക്ക് ഉത്തരം കിട്ടും, അത് ഉറപ്പാണ്. അതിൻ്റെ ശേഷം ഈ ഒരു ദിക്റും കൂടി ചെയ്താൽ അതുപോലെ മഹത്വമേറിയ രാവാണ് അല്ലേ, ദുൽഹജ്ജിൻ്റെ രാവാണ്. ആ ഒരു സമയമാണ്, തഹജ്ജുദിൻ്റെ സമയമാണ്. ദിക്റുകളാണെങ്കിൽ ഒരുപാട് ശ്രേഷ്ഠതയുള്ള, ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്റുകളാണ്. ഒന്നും കൂടെ ഞാൻ ദിക്റുകൾ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. റബ്ബേ, എൻ്റെ എല്ലാ പ്രയാസവും വിഷമങ്ങളും ഒക്കെ നീ തീർത്ത് തരണേ അല്ലാ. ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണല്ല എൻ്റെ എല്ലാ സങ്കടങ്ങളും നീ റാഹത്തിലും സമാധാനത്തിലും ആക്കി തരണേ എന്ന മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിക്റാണിതൊക്കെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീർന്ന് കിട്ടാൻ നിയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണിതൊക്കെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഈ 4 ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നാരിയത്ത് സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ലാസ്റ്റിൽ സ്വലാത്ത് ചൊല്ലുക. നാരിയത്ത് സ്വലാത്ത്. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമം അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിൽ ഉഖദ് വതൻഫരിജു ബിൽ ഖുറബ് വതഖ്ലാ ബിൽ ഹവായിജ് വതുനാലു ബിൽ റായിബ് വഹുസ്നുൽ ഖവാതിമി വസ്തസ്കൽ അമാമി വജീൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മഅലൂമുൻ ലക്. നാരിയത്ത് സ്വലാത്ത് 33 എണ്ണോ അല്ലെ, നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണമായിട്ട് ചൊല്ലുക. എന്നതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങളെ കാര്യങ്ങൾ, ആവശ്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞോണ്ട് പറയുക. എന്ത് കാര്യമാണോ നിങ്ങൾ പറയുന്നത് ആ ദുആ അള്ളാഹ് കേൾക്കും. ആ ഒരു കാര്യത്തിന് അള്ളാഹു ഒരു സമാധാനം തരും,
ഒരു വഴി ഹലാലായിട്ടുള്ളത് അള്ളാഹ് നിങ്ങളെ മുന്നിലെത്തിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കോ. ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒരു സംസാരവും സംസാരിക്കാതെ ആ നിസ്കാരപ്പായയിൽ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാനെ മനസ്സിലോർത്ത് ആ ഒരു സമയം നമ്മൾ ചൊല്ലുന്ന സമയത്തൊക്കെ നമ്മൾ അള്ളാനെ ഓർക്കും. കാരണം വേറെ ഒരു സൗണ്ടും കാര്യമൊന്നും ഇല്ലാത്തൊരു ടൈമാണത്. അള്ളാഹുവിലേക്ക് മാത്രം നമ്മൾ നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമുക്ക് തോന്നും. ആ ഒരു സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാർ ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും, നിസ്കരിക്കുന്നവർക്കറിയാം ആ ഒരു തഹജ്ജുദിൻ്റെ ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു റാഹത്താണ്. ആ ദുആ ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിന് തന്നെ ഒരു സമാധാനമാണ്. എത്രയോ പ്രയാസമുള്ളവരൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഒരു 2 റക്അത്ത് ആ ഒരു സമയത്ത് ഒരു 4 മണിയൊക്കെ സമയത്ത് എണീറ്റ് ഒന്ന് വുളൂ എടുത്തിട്ട് നിസ്കരിച്ചാൽ ആ ഒരു നമ്മുടെ കൽബ് വല്ലാണ്ട് നീറുന്ന സമയമൊക്കെ ആണെങ്കിൽ വല്ലാണ്ടൊരു വിഷമമാണ് മനസ്സിൽ, ഒരുപാട് സങ്കടങ്ങളാണ്, അതിനൊക്കെ ഒരു സമാധാനം നൽകും. നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിസ്കരിക്കാൻ തുടങ്ങട്ടോ. ഒരുപാട് പേര് ഇപ്പോൾ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്, സുന്നത്ത് നോമ്പെടുക്കുന്നവരാണ്. എല്ലാവരും നിസ്കരിക്കാത്തവരൊന്നും ഇപ്പോൾ ആരും ഉണ്ടാവില്ല, തെക്കുവ കുറവാണ് എന്നേ ഉള്ളൂ. നിസ്കാരവും നോമ്പും എല്ലാം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ തെക്കുവ എല്ലാവർക്കും പോയിട്ടുണ്ട്. എല്ലാവർക്കും ആ തെക്കുവയോട് കൂടിയിട്ടുള്ളതൊന്നും ഇപ്പം ആർക്കുമില്ല, എനിക്കടക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ വിഷമങ്ങൾ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നിയത്താക്കി ചൊല്ലുന്നതും മുത്ത് ഹബീബിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് ചെല്ലുന്നതുമൊക്കെ നമുക്ക് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്തെന്നും ഉപകരിക്കുന്ന മുതലാക്കി അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ദിക്റിൻ്റെ കാര്യം മറന്നു പോവണ്ട, കേട്ടിട്ട് പാഴാക്കി കളയരുത്. തഹജ്ജുദിൻ്റെ സമയത്ത് തന്നെ ചെയ്തു നോക്കുക. കാരണം ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ദിക്റുകളാണിതൊക്കെ. ഞാൻ ഈ പറയുന്ന എനിക്ക് തന്നെ നിയ്യത്താക്കിയിട്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റ് നിയ്യത്താക്കി ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് ഞാൻ നിയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റ് ഒരുപാട് ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഉത്തരം കിട്ടിയത് അവർ പറഞ്ഞവരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ദിക്റ് ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. എപ്പോഴും നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റാണത്. എപ്പോഴും ധാരാളമായിട്ട് അധികരിപ്പിക്കേണ്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ്. പിന്നെ മുത്ത് ഹബീബിലേക്ക് സ്വലാത്തുമാണ് ചൊല്ലാൻ പറഞ്ഞത്. അതിൻ്റെയൊക്കെ ശേഷമായിട്ടുള്ള ദുആ എങ്ങനെ അള്ളാഹ് തട്ടിക്കളയും? അത് തട്ടിക്കളയില്ല. ആ ദുആക്ക് ഉത്തരം കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ ഇഷ്ക് മദീന എന്ന ഈ ചാനൽ നിത്യമായിട്ട് ഞാൻ ഇടുന്ന ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത്, നിയ്യത്താക്കി അങ്ങോട്ട് വെച്ചോളി. നിയ്യത്താക്കിയിട്ട് തഹജ്ജുദിൻ്റെ സമയത്ത് ഇൻഷാ അല്ലാഹ് തഹജ്ജുദിന് എണീറ്റിട്ട് വുളൂ എടുത്തിട്ട് ഒരു 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ തഹജ്ജുദിൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് യാ അർഹമർ റഹീമീൻ എന്ന ദിക്റൊക്കെ ചെല്ലുന്നവരുണ്ടാവും. അതൊന്നും നഷ്ടപ്പെടുത്താതെ അതൊക്കെ നിങ്ങൾ ചെയ്യണം. കാരണം അള്ളാഹ്ക്ക് നമ്മൾ ദിവസേന ചെയ്യുന്ന അമലിനോടാണ് അള്ളാഹുവിന് കൂടുതലായിട്ട് ഇഷ്ടം. അതുകൊണ്ട് അതൊന്നും പാഴാക്കാതെ അതൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾ ആ നിസ്കാരത്തിൽ തഹജ്ജുദിൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ട് സങ്കടങ്ങളെല്ലാം അള്ളാഹുവേ എൻ്റെ പ്രയാസം നീ കാണണേ അല്ലാ, എൻ്റെ വിഷമം നീ തീർക്കണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുണ്ടല്ലാ, സമാധാനമില്ല റഹ്മാനായ റബ്ബേ, എന്നും ദുഃഖമാണ് ദുരിതമാണ് ഞങ്ങളുടെ ജീവിതത്തിലല്ല. ഒന്ന് കഴിയുമ്പം ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ടാണ് റഹ്മാനെ, ദാരിദ്ര്യം കൊണ്ട് പ്രയാസമാണല്ല, വീട്ടിൽ പട്ടിണിയാണ് റഹ്മാനായ റബ്ബേ, കുടുംബത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് റഹ്മാനെ, ഭർത്താവുമായിട്ടുള്ള വിഷമമുണ്ട് റഹ്മാനെ, മക്കളുമായിട്ടുള്ള പ്രയാസമുണ്ടല്ല. ഇങ്ങനെ തുടങ്ങിയ സകല പ്രയാസങ്ങളും കൊണ്ട് നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇന്ന് പറഞ്ഞ ദിക്റ് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. ആ ദുആക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ ദുആ അള്ളാഹ് തട്ടിക്കളയില്ല. നേരം വെളുക്കുമ്പോഴേക്ക് നിങ്ങളെ മനസ്സിനൊരു സന്തോഷം, ഒരു സമാധാനം, അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങൾ കേൾക്കും. നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇടങ്ങേറായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് വേദനിച്ചിട്ടുള്ളത്, പ്രയാസപ്പെട്ടിട്ടുള്ളത്, ആ കാര്യം റാഹത്തിലായി. ഇനി ടെൻഷനില്ല,
ഒരു സമാധാനം കിട്ടി എന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് മുത്ത് ഹബീബിൻ്റെ അടുത്ത് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന അമൽ കൊണ്ട് ഇന്ന് ദുനിയാവെന്നും നാളെ ആഖിറത്ത് നിന്നും ഞങ്ങളെ കഴിച്ചിലാക്കണേ റഹ്മാനായ റബ്ബേ. ഇൻഷാ അല്ലാ നമുക്ക് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലാട്ടോ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه ഫീ കുല്ലി ലംഹത്തിൻ വനഫസ്സിൻ ബിയദദി കുല്ലി മാലൂമിൻ ലക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് ഇതേപോലെയായിട്ട് നിയ്യത്താക്കി ചെയ്തു നോക്കുക. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആ തഹജ്ജുദിൻ്റെ സമയത്ത് നിങ്ങൾ ദുആ ചെയ്യുമ്പം എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ വാട്സപ്പ് നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത്. അത് നോക്കുന്ന സമയത്ത് ഓരോരുത്തർക്കായിട്ട് മറുപടി തരുന്നതായിരിക്കും. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വോയിസ് കേട്ടിട്ട് ഞാൻ മറുപടി തരാത്തതുണ്ടെങ്കിൽ അത് ഞാൻ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല കേട്ടോ, അത് എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയിട്ടാണ്. അത് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, ഒന്നും തോന്നരുത്. ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളുമായി ഓരോ തിരക്ക് കൊണ്ടാണ് കേട്ടോ. അതൊക്കെ വീണ്ടും നിങ്ങൾ റിപ്ലൈ തന്നില്ല എങ്കിൽ വീണ്ടും ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുക. അപ്പോൾ ഞാൻ അത് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.